ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും, നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. പാട്ടും പ്രസംഗം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ദൈവമേ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി നീ എന്നെ സ്നേഹിച്ചു. കർത്താവെ, നിന്റെ ആ മഹാകൃപയ്ക്കായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് എടുത്തു പറയേണ്ട ഒരു കാരണമാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം പറയുന്നു, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യങ്ങൾ മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുക്കൾ മേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഭൂമി പാഴായിരുന്ന, ശൂന്യമായിരുന്ന അവസ്ഥയിൽ സർവശക്തനാകുന്ന ദൈവം ഉൽപ്പത്തി 1-ന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു. ഒന്നും ഇല്ലായ്മയിൽ നിന്നും ഈ ലോകത്തെ മുഴുവൻ സർവശക്തനാകുന്ന ദൈവം ചമച്ചു, അല്ലേ? അവനില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. ഭൂമി പാഴായിരുന്നു, ശൂന്യമായിരുന്നു, എംറ്റി ആയിരുന്നു. ആ എംറ്റി ആയിരുന്ന, പാഴായിരുന്ന, ശൂന്യമായിരുന്ന ഭൂമിയിൽ നാം കാണുന്ന സകല നന്മകളാലും സകല അനുഗ്രഹങ്ങളാലും ദൈവം ഈ ഭൂമിയെ നിറയ്ക്കുവാനിടയായി. തൻ്റെ വാക്കിനാൽ അവൻ സകലത്തെയും ഉളവാക്കി. ഒടുവിൽ തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അതെ, ഒഴിഞ്ഞുകിടന്ന, ശൂന്യമായി കിടന്ന ഈ ഭൂമിയെ ദൈവം അങ്ങ് നിറച്ചു. ഇന്ന് ഈ പാട്ടും പ്രസംഗവും എന്ന മെസ്സേജും പ്രോഗ്രാമും ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും നിങ്ങളെ സകലവുമാക്കി തീർത്ത ഒരു ദൈവമുണ്ട്. അപ്പോൾ തന്നെ കർത്താവെ, പല ശൂന്യതകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു, ഒരു എംറ്റിനെസ് എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നു.
അത് വിവിധ നിലകളിൽ ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ ആത്മാവിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും വ്യക്തിപരമായ എൻ്റെ അനുഭവങ്ങളിലൊക്കെ ഒരു ശൂന്യത ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്നേന്നും പറഞ്ഞ് തുടങ്ങിയതാണ് ദൈവം ഇവിടം വരെ എത്തിച്ചുവെന്ന്. പക്ഷെ ഞാൻ പറയാറുണ്ട്, ദൈവത്തിന് തുടങ്ങാൻ ആ ഒന്നും വേണ്ട, ആ ഒന്നുപോലും വേണ്ട. കാരണം അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാകുന്ന ദൈവമാണ്. പ്രവാചകനായ യെഹെസ്കേൽ അസ്ഥികൾ കൊണ്ട് നിറയപ്പെട്ട താഴ്വരയിൽ നിൽക്കുമ്പോൾ സർവശക്തനാകുന്ന ദൈവം പ്രവാചകനായ യെഹെസ്കേലിനോട് ചോദിക്കുകയാണ്, പ്രവാചകനെ, ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്ന് പറഞ്ഞാൽ ശൂന്യമായി കിടക്കുന്ന ഈ താഴ്വരയിൽ ഒരു സൈന്യം ഉണ്ടാകുമോ? യെഹെസ്കേൽ ദൈവത്തോട് പറയുന്നു, യഹോവയായ ദൈവമേ, നീ സകലത്തെയും അറിയുന്നു. ആ വാക്കിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവമേ, നിന്റെ ചിന്തയിൽ, നിന്റെ പ്ലാനിൽ നീ എന്ത് കാണുന്നുവോ, എന്ത് സങ്കല്പിക്കുന്നുവോ, അത് നിനക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ യെഹെസ്കേലിനോട് ദൈവം പറയുകയാണ്, നീ ഈ ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവചിക്കുക. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ പലപ്പോഴും പലതും പ്രവചിക്കുന്നത് ഫിഗർ ഉള്ളതിനെ നോക്കിയാണ് ഫ്യൂച്ചർ പറയുന്നത്. ഒരല്പമെങ്കിലും ഫിഗർ ഉണ്ടെങ്കിൽ അവരെ നോക്കി ഫ്യൂച്ചർ പറയുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു സാധ്യതകളും രക്ഷപ്പെടാൻ കാണുന്നില്ല, ശൂന്യമായി കിടക്കുന്നു. ഇവൻ ഒരിക്കലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല എന്ന് പറയുന്നവനെ നോക്കി, ഫിഗർ ഇല്ലാത്തവനെ നോക്കി ഫ്യൂച്ചർ പറയുന്നവനാണ് ദൈവം. അതെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സകലത്തെയും ഉളവാക്കിക്കൊണ്ടുവരുന്നു. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിലും, നിങ്ങളുടെ ആത്മീക ഭൗതിക ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിയേ. നിങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യതകളുടെ നടുവിൽ എത്രയോ സന്ദർഭങ്ങളിൽ ദൈവമില്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി. സർവ്വോപരിയായി കർത്താവായ ദൈവം, പിതാവായ ദൈവം തൻ്റെ പുത്രനെ നൽകി നിങ്ങളെ രക്ഷിച്ചു. ശരിക്കും ദൈവത്തിന്റെ കൃപ അവിടെയാണ്. ആ കൃപയ്ക്കായിട്ടാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. ദൈവത്തിന്റെ കൃപയല്ലേ തൻ്റെ പുത്രനായ, തൻ്റെ ഏകജാതനായ പുത്രനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചതും കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായതും. എല്ലാറ്റിനെയും ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നൽകിയ രക്ഷയ്ക്കായി, നൽകിയ വിടുതലിനായി, നൽകിയ സമാധാനത്തിനായി, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ പലതും വിളിച്ചു വരുത്തിയതിനായി, സർവശക്തനാകുന്ന ദൈവം ഇത്രത്തോളം നമ്മെ അനുഗ്രഹിച്ചതിനായി, ദൈവമേ, നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും.